ശില്പേ, ഈ മുട്ട അടിച്ച വീഡിയോ ഇട്ടല്ലോ, അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റുകൾ വന്നു. അപ്പോൾ ആ കമൻറ്റിലെ കുറച്ച് ചോദ്യങ്ങൾ, സംശയങ്ങൾ ചോദിക്കുകയാണ്. ഈ മുട്ട അടിച്ച എന്തുകൊണ്ടാണ് മുട്ട അടിച്ചത്? ഞാൻ മുട്ട അടിച്ചതെന്ന് പറയുമ്പോൾ ഞാൻ പളനി പോയി മുട്ട അടിച്ചത് എനിക്കൊരു നേർച്ചയുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി പോയി മുട്ട അടിച്ചതാണ്. മുട്ട അടിച്ചത് എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ്? പളനിയിൽ എന്ത് നേർച്ചയായിരുന്നു? എന്ത് നേർച്ചയെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ എനിക്കൊരു മോളാണ്, മോൾക്ക് 9 മാസമായി. അവൾക്ക് വേണ്ടി ഞാൻ നേരുന്ന ഒരു നേർച്ചയാണ്. അങ്ങനെയാണ് മുട്ട അടിച്ചത്. കുറേ നാളായിട്ട് കുഞ്ഞുങ്ങളിൽ നിന്നുള്ള വിഷമം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവളെ പ്രഗ്നൻ്റ് ആയ സമയത്ത്, മനസ്സിലായ സമയത്ത് ഞാൻ ഇങ്ങനെ നേർന്നു. എനിക്കപ്പോൾ പെട്ടെന്ന് തോന്നിയത് പളനി പോയി മുട്ട അടിച്ചേക്കാം എന്നുള്ളതാണ്. അപ്പോൾ അവൾ ജനിച്ചു, സേഫായിട്ട് ജനിച്ചു. കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നെങ്കിലും അവൾ സേഫായിട്ട് ജനിച്ചു. അപ്പോൾ അവൾക്ക് നമ്മളൊരു വിശ്വാസം വെച്ചാൽ ചോറ് കൊടുത്തു കഴിഞ്ഞ് ഈ നേർച്ചയൊക്കെ അവളെയും കൂടെ കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ ഇപ്പോൾ അവൾക്ക് 9 മാസമായപ്പോൾ ഞങ്ങൾ പോയി മുട്ടയടിച്ചു. എനിക്കായിരുന്നു നേർച്ച. പിന്നെ മോക്കും ഹസ്ബൻഡിനും കൂടെ മുട്ടയടിച്ചു. മുട്ട അടിച്ചിട്ടിപ്പം 7 ദിവസമായല്ലേ? 7 ദിവസം കൊണ്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. അത് മുടി പോയത് എനിക്കൊരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും തോന്നുന്നില്ല. നമുക്ക് പഴയതിനെക്കാട്ടും കൂടുതൽ നല്ലപോലെ ഉറങ്ങാനൊക്കെ ഒരു സുഖം കിട്ടുന്നുണ്ട്. പലരും എന്ത് നേർച്ച കൊണ്ടാണോ അല്ലാതെയൊക്കെ എന്തിനാണ് മുട്ട അടിച്ചെന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കാര്യം പറയും. പക്ഷെ ചിലർക്കുള്ള സംശയം എന്ന് പറയുമ്പോൾ എന്തെങ്കിലും അസുഖമാണോ? പൊതുവേ എല്ലാവർക്കുമൊക്കെ ഒരുപാട് വരുന്ന ഒരു അസുഖമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ തലമുടിയൊക്കെ പൊഴിഞ്ഞു പോകാറുണ്ട്. അപ്പോൾ അതാണോ എന്നുള്ളൊരു ടെൻഡൻസിയിൽ, അറിയാനുള്ള ടെൻഡൻസിയിൽ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ എൻ്റെ ചെവിയിലെത്തി. അങ്ങനെയൊന്നും അല്ല എനിക്ക്. പക്ഷേ ഇതൊരു മുടി പോയതൊരു ബുദ്ധിമുട്ടായിട്ടോ അങ്ങനെയൊന്നും എനിക്കൊരു ഫീലൊന്നുമില്ല. മുടി പോയപ്പോൾ മൊത്തത്തിൽ എന്തോ സംഭവിച്ചു അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ ഓക്കെയാണ്.